അത് അടുപ്പിക്കില്ല. അവർക്ക് വേണമെങ്കിൽ അതിലങ്ങ് പോവാം, റോട്ടിൽ കൂടെ പോവാം, തിരിഞ്ഞു നോക്കാൻ പാടില്ല. വീടിനകത്തോട് നോക്കല്ലേ, ഗേറ്റും ആ ഒരു ഭാഗത്തേക്ക് നിൽക്കാനും പാടില്ല, നോക്കാനും പാടില്ല. 10ഓളം കാനക്കോർസോ ഡോഗ്സിനെ വളർത്തുന്ന നമ്മുടെ തൃശ്ശൂർക്കാരി ഷിമി അല്ലെ. വീടിനകത്ത് പല കളറിലുള്ള കരിമ്പുലികൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് തന്നെ അല്ലേ നമ്മുടെ കാനക്കോർസോ. പിന്നെ ഇത് കൂടാതെ വേറെ കുറച്ച് ആൾക്കാർ ഫെർമനീനോ കളർ നമുക്ക് പുറയിലുണ്ട്, ലൂക്കയും ഡെവിളും അല്ലേ. ഓക്കെ, ശരിക്കും എത്ര നാളായി ഈ ഒരു കാനക്കോർസയെ വളർത്താൻ തുടങ്ങിയിട്ട്? 1 ഇയർ ആയി. ഈ ബ്രീഡിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്താ? മെയിൻ വരുന്നത് ഗാർഡിംഗ് ആണ്. ഗാർഡിംഗ് പ്രൊട്ടക്ഷൻ ഭയങ്കരമായിട്ട് കാവലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എനിക്ക് 2 മക്കളുണ്ട്, 2 അമ്മമാരുണ്ട്, ഹസ്ബൻഡ്, ഞാനാണ്. എപ്പോഴായാലും കാവല് ഇവരാണ്. നമുക്ക് ധൈര്യമായിട്ട് ഡോറ് തുറന്നിട്ട് ഇവിടെ നടക്കാൻ പറ്റും. ആ ഒരു ധൈര്യമാണ്. ആദ്യം തുടക്കത്തിൽ കൊണ്ടുവന്ന ഡോഗ് ഏതാ? തുടക്കത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ ഐഷുവിനെയാണ് ആദ്യം കൊണ്ടുവന്നത്. ഐഷു ഇപ്പൊ ഒരു രണ്ടാമത് അമ്മയായിരിക്കും അല്ലേ? രണ്ടാമത് അമ്മയായിരിക്കണം. റോക്കിയാണ് ആള്. അപ്പൊ അതിനകത്ത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവരെ കൂടെ കാണിക്കാം. ഐഷുവിൽ കൊണ്ടുവന്നു തുടങ്ങി, പിന്നെ റോക്കിയായി, പിന്നെ ഇപ്പൊ വേറെ കുറച്ച് ആൾക്കാരായി അല്ലെ, ഡെവിളായി, ഒക്കെ അങ്ങനെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മൊത്തത്തിലൊരു കാനക്കോർസോ ഫാമിലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളർത്താനും കൊണ്ടുവരെ മെയിൻ്റെനൻസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, കാരണം വലിയ ഡോഗില്ല, അതുകൊണ്ട് ഹെവി ബ്രീഡ് ആണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ട വർക്കൗട്ടും കാര്യങ്ങളും ഫുഡും അത് കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ മക്കളുള്ളിടത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇവരാണ്. ഇവരഴിച്ചിട്ട് മക്കളെ വേണമെങ്കിൽ നമുക്ക് മുറ്റത്ത് ഇവരുടെ നമ്മുടെ ഐഷുവിന്റെ റോക്കിയുടെ കുറച്ച് പിള്ളേരുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ വരാനുണ്ടല്ലേ. കുറച്ച് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ നമ്മുടെ ലൂക്കയും നമ്മുടെ ഡെവിളിനെയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ കോമ്പിനേഷനുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ വരാനുണ്ട്. നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ അതൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. കാരണം ഇവരെ പറ്റി പറയുകയാണ്, നമ്മുടെ ഡെവിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ആണ്, ഇന്ത്യൻ ചാമ്പ്യനാണ്, ഫെർമിനോ കളറാണ്. ഈ ഒരു കോമ്പിനേഷനിൽ നമ്മുടെ കേരളത്തിൽ ഡോഗ്സ് ഇല്ല, ആ ലൈൻ വൈസിലും. പിന്നെ നമ്മുടെ അത് ബോത്ത് സൈഡ് ഇമ്പോർട്ടിന്റെ മോളാണ് നമ്മുടെ ലൂക്ക വരുന്നത്. എത്ര നേരം നിങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? 2 നേരം വലിയവർക്ക് 2 നേരം കൊടുക്കുന്നുണ്ട്. പപ്പീസിനാണെങ്കിൽ നമ്മൾ 4 നേരം 5 നേരം അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളത് മാറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇവർക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ 2 നേരം ദിവസത്തിൽ 2 നേരം വർക്കൗട്ട് ഉണ്ട്. അവരഴിച്ചു വിട്ടാൽ മതി, തന്നെ ഒന്ന് റൗണ്ട് അടിച്ച് ഓടിച്ച് വ്യായാമം ചെയ്തോളൂ, തന്നെ വന്ന് കൂട്ടി കയറും. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ വലിയ സമയമൊന്നും മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. ഇല്ല, ഓരോരുത്തരെ മാറി അഴിച്ചിട്ടാൽ മതി. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവര് തമ്മിലില്ല, വേറെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. മെയിൽസും അറിയാലോ, അങ്ങനെ പ്രശ്നങ്ങളുള്ള, അല്ല വേറെ പ്രശ്നം തന്നെ ഇല്ല. പപ്പീസ് ഇപ്പൊ നമുക്ക് 12 ദിവസമായിട്ടുള്ളൂ. 12 ദിവസമായിട്ടുള്ളൂ. നിങ്ങൾ സാധാരണ പപ്പിയൊക്കെ കൊടുക്കുന്ന എത്ര ദിവസം കഴിഞ്ഞാ? 45. അതായത് ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞതിന് ശേഷമാണല്ലോ, ഫുഡ് എടുത്തതിന് ശേഷമാണ് നമ്മൾ എല്ലാം സെറ്റ് ആക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പൊ നമ്മളുള്ള നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അല്ലേ, ഇരിങ്ങാലക്കുടയാണ്. അപ്പൊ ഷിമിയുടെ നമ്പർ വീഡിയോക്കകത്തുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കിടിലം മെയിൽസ് ഉണ്ട്, അവരുടെ ഒരു സ്റ്റഡ് സർവീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാലോ അല്ലേ? ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ട്, കൂടുതൽ നിങ്ങൾക്ക് ഒന്ന് ബന്ധപ്പെട്ടോളൂ.